വെൽക്കം ടു നെക്സോരീന ടോക്സ്. ഇന്ന് സംസാരിക്കുന്നത് ക്ലൂറി ബസിൻ്റെ എപ്പിസോഡ് 4 ആയ പ്ലീസ് കരോളിനെ പറ്റിയാണ്. എപ്പിസോഡ് തുടങ്ങുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കരോൾ വിളിച്ച പരാഗ്വേയിലുള്ള വ്യക്തിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. പുള്ളിയും ഈ ഹൈ മൈൻഡഡ് പീപ്പിളായിട്ട് കണക്ട് ചെയ്യാതെ ഐസൊലേറ്റ് ചെയ്ത് ഹൈ മൈൻഡഡ് പീപ്പിൾ തരുന്ന ഫുഡൊന്നും കഴിക്കാതെ സ്വന്തം റിസോഴ്സസ് ഉപയോഗിച്ചാണ് പുള്ളി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിലാണ് കരോൾ വിളിക്കുന്നത്. പുള്ളി ഒരു ഹൈ മൈൻഡഡ് പീപ്പിൾ ആൾക്കാരെ വിളിക്കുന്നത് പോലെയാണ് വിചാരിച്ചിരുന്നത്. പുള്ളി തന്നെ പുറത്ത് കണക്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമെന്നും വിചാരിച്ചിട്ട് റേഡിയോ സിഗ്നൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് കരോൾ വിളിക്കുന്നത്. അപ്പോൾ കരോളിൻ്റെ മറുപടി കേട്ടപ്പോൾ പുള്ളിക്കും കരോൾ എന്ന വ്യക്തി ആരാണ്, പുള്ളിയെ പോലെ ആയിരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്നാണ് എപ്പിസോഡ് 4 ആരംഭിക്കുന്നത്. സോസിയെ ആശുപത്രിയിലാക്കിയതിന് ശേഷം തിരിച്ച് ഒരു പോലീസ് കാറിലാണ് കരോൾ മടങ്ങി വരുന്നത്. അപ്പോൾ ഈ ഹൈ മൈൻഡഡ് പീപ്പിൾ കരോളിൻ്റെ വീട് പഴയതുപോലെ ആക്കാനുള്ള പ്രവൃത്തികളിലായിരുന്നു. അവർ അവിടെ ഗ്രനേഡ് പൊട്ടിയത് പോലും ഇല്ലാത്ത രീതിയിൽ കരോളിൻ്റെ വീട് മനോഹരമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും കരോൾ ഒരാളെ സെലക്ട് ചെയ്യുകയും പുള്ളിക്കാരത്തെ ഒരു വ്യക്തി വിളിക്കുന്നു. പുള്ളിയുടെ പേരാണ് ലാറി. പുള്ളി കരോൾ ലാറിയുമായിട്ടുള്ള സംഭാഷണത്തിൽ കരോളിൻ്റെ നോവൽ ഷേക്സ്പിയറിനോളം മഹത്തരമാണെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ കരോൾ വീണ്ടും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ നുണ പറയാതെ കാര്യം തന്നെ പറയുന്നു. അതായത് കരോളിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഹെലന് കരോളിൻ്റെ അവസാന വർക്കുകൾ അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ അത് കരോളിനെ സന്തോഷിപ്പിക്കും, പുള്ളിക്കാരത്തിയുടെ കരിയറിനെ എഫക്റ്റ് ചെയ്യും ഇല്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് അത് പബ്ലിഷ് ചെയ്യാൻ പബ്ലിഷറിനോട് സംസാരിച്ച് റെഡിയാക്കുന്നത്. ആ വിവരങ്ങൾ കരോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നു. അതിൽ നിന്നും ഹൈ മൈൻഡഡ് പീപ്പിളിന് ഒരിക്കലും നുണ പറയാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ കരോൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് സോസിയയുടെ അടുത്ത് ഈ ജോയിനിങ് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ സോസിയയ്ക്ക് കറക്റ്റായിട്ടുള്ള മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിലും സോസിയയിൽ നിന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള സൂചനകൾ കരോളിന് ലഭിക്കുന്നു. കരോളിൻ ഒരു മെഡിസിൻ അപ്ലൈ ചെയ്തിട്ട് ബോധാവസ്ഥയിലുള്ള വ്യക്തിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള രീതിയിൽ സ്വയം പരീക്ഷിച്ച് ആ മരുന്ന് സോസിയയിലേക്ക് പരീക്ഷിക്കുന്നു. അങ്ങനെ സോസിയയെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ ജോയിനിങ് എങ്ങനെ റിവേഴ്സ് ചെയ്യാമെന്നുള്ള കാര്യം ചോദിക്കുന്നു. പക്ഷേ അത് അധികം നേരം നീണ്ടു നിൽക്കുന്നില്ല. ഈ ഹൈ മൈൻഡഡ് പീപ്പിൾ അത് അറിയുകയും കരോളിനോട് അത് ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുന്നു. ആ നിമിഷം സോസിയയ്ക്ക് കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുകയും സോസിയെ ഹൈ മൈൻഡഡ് പീപ്പിൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നിടത്താണ് എപ്പിസോഡ് 4ൻ്റെ എൻഡ്. ഈ എപ്പിസോഡിൽ ഹൈ മൈൻഡഡ് പീപ്പിൾ നുണ പറയില്ല എന്നും റിവേഴ്സ് ചെയ്യാൻ പറ്റും, ഈ ജോയിനിങ് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള സൂചനയും ലഭിക്കുന്നു. കൂടാതെ കരോളിനെ പോലെ തന്നെ പരകയിലുള്ള വ്യക്തി കരോളിനെ പോലെ ഹൈ മൈൻഡഡ് പീപ്പിളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിൽ നിന്ന് ലഭിക്കുന്നു. കൂടാതെ കരോളിന് എന്തുകൊണ്ട് ഹൈ മൈൻഡഡ് പീപ്പിളിനോട് ഇത്ര എതിർപ്പ് എന്നുള്ള കാര്യം ലാറിയുമായുള്ള സംഭാഷണത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം കരോളിൻ്റെ ചെറുപ്പകാലത്ത് അമ്മ ഒരു കൗൺസിലിംഗ് സെൻറ്റർ പോലത്തെ ഉള്ള ഒരു സ്ഥലത്ത് അയക്കുകയും അവിടുത്തെ ആൾക്കാരുകൾ പുറമേ ചിരിക്കുകയും എന്നാൽ അകത്ത് സന്തോഷമില്ലാത്ത ആൾക്കാർ എന്നുള്ള രീതിയിലാണ് കരോളിൻ കണ്ടിരിക്കുന്നത്. ആ സെയിം മെൻറ്റാലിറ്റിയാണ് ഈ ഹൈ മൈൻഡഡ് പീപ്പിളിനുള്ളത്. അതാണ് കരോളിന് ഹൈ മൈൻഡഡ് പീപ്പിളിനോട് ഇത്ര വെറുപ്പ് തോന്നാൻ കാരണം എന്നുള്ള സൂചനയും ഈ എപ്പിസോഡ് നൽകുന്നു.